കണ്ണൂർ ചക്കരക്കല്ലിൽ ബെഫ്കോ താൽക്കാലിക ജീവനക്കാരന് മർദ്ദനം. ഇന്നലെ കടയടച്ച് മടങ്ങുമ്പോഴാണ് ക്രൂരമർദ്ദനം ഉണ്ടായത്. ചക്കരക്കൽ സ്വദേശി സുരേന്ദ്രന് തലയ്ക്കും കണ്ണിനും പരിക്കേറ്റു. ബീവറേജിന് മുന്നിൽ കച്ചവടം നടത്തുന്നവരാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം. നിഖിൽ പ്രമേഷ് കണ്ണൂരിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. കണ്ണൂർ ചക്കരക്കല്ലിൽ ബെഫ്കോ ജീവനക്കാരന് ഇന്നലെ കടപൂട്ടി പോകുന്നതിനിടയിലാണ് മർദ്ദനമേൽക്കുന്നത്. അദ്ദേഹത്തിന് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ചക്കരക്കൽ പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സുരേന്ദ്രൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഷോപ്പ് അടച്ചു വരുമ്പോൾ 2 ജീവനക്കാരെ കൂടെ ഞാൻ ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ താഴെ കടയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളെ നേതൃത്വത്തിൽ 2-3 ആൾക്കാരെ അവൻ വിളിച്ച് വരുത്തിയിട്ട് തലേ ദിവസം കൗണ്ടറിൽ എന്തോ വിഷയം ഉള്ളതിൻ്റെ പേരിൽ ജീവനക്കാരെ ആക്രമിക്കാനാണ് ഇവർ വന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് സമാധാനിപ്പിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളവരെ ഉപദ്രവിക്കരുത്, അവർ രാവിലെ 10 മണി മുതൽ 9-9:30 വരെ ജോലി ചെയ്ത് പോകുന്നവരാണ്, അവർക്ക് വീട്ടിലെത്തണം, അതിനുള്ളൊരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെയാണ് പിടിച്ച് നീ ആരാടാ പറയാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പിടിച്ച് അടിച്ച്. ഞാനപ്പോൾ തന്നെ വീണുപോയി. എൻ്റെ കണ്ണ് ആകെ വിഷമത്തിലാണ്. കണ്ണിന് കാഴ്ചക്കെന്തെങ്കിലും വിഷമം വരുമോയെന്ന് ഇപ്പം നാളെ പരിഹാരത്ത് പോയിട്ട് വീണ്ടും പ്രൊഫസറെ ഒന്ന് കാണിക്കേണ്ട അവസ്ഥയിലായി. ഞങ്ങൾക്ക് എന്തൊക്കെ പരിക്കാണ്? എന്നാ ബാക്കി ശരീരത്തിലെല്ലാം കുത്തുവെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഇപ്പം ഞാൻ ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. എനിക്കിപ്പോൾ കാര്യമായിട്ട് കണ്ണിൻ്റെതാ വിഷയം. കണ്ണ് വേദനയാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാഴ്ച നാളെ പോയിട്ട് പരിശോധിക്കണം. അതുപോലെ തന്നെ കൃഷ്ണമണിക്കെന്തോ പറ്റിനോ എന്നുള്ള അത് രാത്രി പോയതുകൊണ്ട് അതിൻ്റെ പ്രൊഫസർ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പോയിട്ട് നാളെ പോയിട്ട് നോക്കണം. നിങ്ങളായിട്ട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ? ഒരു വിഷയമില്ല. അപ്പോൾ ഈ കൗണ്ടറിൽ എന്തോ ഒരു തർക്കത്തിൻ്റെ പേരിലാണ് അവർ ജീവനക്കാരെ ഉന്നം വെച്ച് വന്നതാണ്. പക്ഷേ ഞാൻ സമാധാനിപ്പിക്കാൻ പോയതിൻ്റെ പേരിലാണ് എനിക്ക് മർദ്ദനമായിട്ടില്ല. കാര്യത്തിൽ നീതി കിട്ടണം. ഈ കാര്യത്തിൽ കൃത്യമായ നീതി കിട്ടണം. അതിന് ബീവറേജസിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ നമ്മളെ ബഹുമാനപ്പെട്ട MD എല്ലാ സംരക്ഷണവും തരുമെന്നുള്ള ഒരു ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ സംഘടന അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നീതി കിട്ടണം എന്നുള്ളതാണ് ആവശ്യം. കാരണം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒരുപക്ഷെ അതിന് കണ്ണ് അടയ്ക്കുകയാണെങ്കിൽ അതൊരു തുടർക്കഥയാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ആശങ്ക കൂടി ഇവരുടെ സംഘടനകളടക്കം വ്യക്തമാക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.